നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ ജനപ്രതിനിധിയും അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് സത്യപ്രതിജ്ഞ ചൊല്ലേണ്ടതായിട്ടുണ്ട്. പലരുടെയും നമ്മൾ കണ്ടിട്ടുമുള്ളതാണ്. ദൈവനാമത്തിന് പകരം വിവിധ ദൈവങ്ങളുടെ പേരിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP അംഗങ്ങൾ നടത്തിയ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കിയെന്ന വാർത്തകളാണല്ലോ ഇപ്പോൾ പുറത്തുവരുന്നത്. അതിനൊപ്പം ഉമ്മൻചാണ്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത പാലക്കാട് വടക്കാഞ്ചേരി പഞ്ചായത്ത് അംഗത്തെയും കോടതി അസാധുവാക്കിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞ സംബന്ധിച്ച നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചില്ലെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ഇവരെല്ലാം വീണ്ടും നിയമപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇനി എന്താണ് ഇവർ ചെയ്ത ചട്ടലംഘനം? എന്തൊക്കെയാണ് സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ? ഇത്തരത്തിൽ മുമ്പും പണികിട്ടിയവർ വേറെ ആരെങ്കിലും ഉണ്ടോ? കേരളത്തിലും ഇത് ആദ്യത്തെ സംഭവമല്ല. 2001 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട JSS നേതാവ് ഉമേഷ് ചള്ളിയിൽ ഗുരുദേവന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് 2003 ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. സത്യപ്രതിജ്ഞ സംബന്ധിച്ച് നിയമങ്ങൾ എന്തൊക്കെയാണ് വിശദമാക്കി മനസ്സിലാക്കാം. പഞ്ചായത്തി രാജ് നിയമത്തിലെ 2ാം പട്ടികയിലും മുനിസിപ്പാലിറ്റി നിയമത്തിലെ 3ാം പട്ടികയിലും സത്യപ്രതിജ്ഞയ്ക്ക് നിശ്ചിത ഫോർമാറ്റ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്ത അംഗം ഇത് ഒപ്പിട്ട് നൽകുകയും വേണം. മുനിസിപ്പൽ നിയമത്തിന്റെ 3ാം ഷെഡ്യൂളിൽ ദൈവനാമത്തിൽ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ ചെയ്യണമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സത്യവാചകത്തിൽ ഇല്ലാത്ത പേരുകൾ പറഞ്ഞുള്ള സത്യപ്രതിജ്ഞ നിയമപരമായി നിലനിൽക്കില്ലെന്ന് നിയമവൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ വീണ്ടും യഥാരീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഉത്തരവുണ്ടാകുമെന്ന് ഉറപ്പാണ്. വിശാലമായ ഒരു പൊതുരീതി ഉറപ്പാക്കാനാണ് ഇങ്ങനെയൊരു കർശന നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അന്ന് ഉമേഷ് ചള്ളിയിലിനെ നടപടി അസാധുവാക്കുക മാത്രമല്ല കോടതി ചെയ്തത്രേ. സഭാംഗമാവുവാൻ ഉമേഷ് ചള്ളിയിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും അതുവരെ സഭയിലിരുന്ന ഓരോ ദിവസത്തിനും പിഴ ഈടാക്കണമെന്നുമാണ് ഡിവിഷൻ ബെഞ്ച് വിധിച്ചത്. ഇതനുസരിച്ച് ഉമേഷ് ചള്ളിയിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. പിഴയായി 41,000 രൂപയാണ് അടയ്ക്കേണ്ടി വന്നത്. വിധിക്കെതിരെ ഉമേഷ് ചള്ളിയിൽ അപ്പീൽ നൽകിയെങ്കിലും സുപ്രീം കോടതി കേരള ഹൈക്കോടതിയുടെ വിധി ശരിവെക്കുകയായിരുന്നു. ഇത്തവണ ഉമ്മൻചാണ്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത വടക്കഞ്ചേരി പഞ്ചായത്ത് അംഗം സുനിൽ ചുവട്ടുപാടത്തിന്റെ സത്യപ്രതിജ്ഞ റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി ഒരു സുപ്രധാന പരാമർശം നടത്തുകയുണ്ടായി. വനം കൊള്ളക്കാരൻ വീരപ്പനെ ദൈവമായി കാണുന്നവരുണ്ടാകാം. അതുകൊണ്ട് ആ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാമോ? ഇതായിരുന്നു കോടതി ചോദിച്ചത്. ഭരണഘടനാപരമായ സത്യപ്രതിജ്ഞാ ചട്ടങ്ങൾ ലംഘിക്കാൻ ആർക്കും അവകാശമില്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചിരുന്നു. ഒപ്പം ഇത്തരം ശീലങ്ങൾ ആരും തുടരേണ്ടതില്ല എന്ന് ശക്തമായ താക്കീതും ഈ വിധിയിലുണ്ട്. മുൻപ് മുസ്ലിം ലീഗ് മന്ത്രിമാർ അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള വിഷയമാണ്. അല്ലാഹു എന്നത് ദൈവത്തിന്റെ അറബി വാക്കാണ് എന്ന വാദത്തിലാണ് കോടതി അന്ന് അയഞ്ഞത്. പക്ഷേ ഇത്തവണ ലീഗ് തന്നെ ആ രീതി മാറ്റുകയും ദൈവനാമത്തിൽ സത്യവാചകം ചൊല്ലുകയും ചെയ്തത് ചർച്ചയായിരുന്നു.